ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പഠിച്ചു വരുന്നവരാണെങ്കിൽ മിസ്റ്റേക്ക് ഇല്ലാതെ ഷോൾഡറും നെക്കും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് രണ്ട് നെക്കും, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ക്യാൻവാസ് വെച്ചിട്ട് സെന്റർ ഭാഗത്ത്, ഷോൾഡറിന്റെ ഭാഗത്ത് ജോയിന്റ് ഇല്ലാതെയാണ് നമ്മൾ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ കേസിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഫ്രണ്ട് നെക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്ക് ചെയ്യും, പിന്നീടാണ് നമ്മൾ ഷോൾഡർ കൂട്ടുന്നത് അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഷോൾഡർ അങ്ങ് കൂട്ടിക്കളയും, എന്നിട്ടാണ് നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു പാർട്ട് എടുക്കുവാണ്. ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക, നല്ല വശം ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം സെക്കൻഡ് പാർട്ട് എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ അങ്ങോട്ട് കൂട്ടി തയ്ച്ച് എടുക്കണം. എന്നിട്ട് വേണം ക്യാൻവാസിൽ നമുക്കിതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി എടുത്തേക്കാം. അപ്പം ഞാൻ ഈ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസ് എടുക്കാം. ഇതുപോലത്തെ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റഫായ ഭാഗത്ത് വേണം മാർക്കിങ് ചെയ്യാൻ, ഈ ഒട്ടിക്കുന്ന ഭാഗത്ത് മാർക്കിങ് ചെയ്യരുത് കേട്ടോ. അതിൽ കാര്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇങ്ങനെയാണ് ഇതൊന്ന് മടക്കാൻ പോകുന്നത്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. ഇതാണ് ബാക്ക് നെക്ക്, ഇതാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഈ ഒരു സെൻറ്റർ, ഈ പേനക്ക് തന്നെ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഈ ഒരു സെൻറ്റർ മാർക്കിങ് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തു പോയത്. ഈ മാർക്കിങ്ങിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യമേ വേണ്ട വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വീതി ഞാനിവിടെ 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് ചേർത്ത് കൊടുക്കുക. 3.25 ഇഞ്ച് കൊടുത്തു. ഫസ്റ്റ് ഇവിടെ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബാക്ക് നെക്ക് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 4 ഇഞ്ച് കൊടുത്തു. അത് കഴിയുമ്പോൾ ഫ്രണ്ട് നെക്ക് എനിക്ക് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ രണ്ട് നെക്കും ഞാൻ ഒരുമിച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ആദ്യമേ ഫ്രണ്ട് നെക്ക് ചെയ്യും, പിന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് തന്നെ ഫ്രണ്ടും ബാക്കും അങ്ങോട്ട് ചെയ്യുവാണ്. ഇനി ആ വിഡ്ത്ത് താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം. ബാക്കിൽ ഞാനൊരു യു ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് നെക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ബാക്കിൽ യു ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് കർവ് എടുത്തു, എന്നിട്ട് ഇതുപോലെ ഒരു നെക്ക് വരച്ച് കൊടുത്തു. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെക്കാണോ അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ അങ്ങ് വരച്ചിട്ട് ഞാൻ ഇതിലൊരു നെക്കൊന്ന് ട്രൈ ചെയ്യുവാണേ. ഞാനപ്പോൾ ഇതിൽ ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഇന്ന് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ ഈ ഒരു നെക്ക് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു നെക്കാണ് ഫ്രണ്ടിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെയും ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, ബാക്ക് നെക്കുമായി ഫ്രണ്ട് നെക്കുമായി. ഇനി ഇപ്പുറത്ത് നമുക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ലൂസ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ലൂസ് കൊടുക്കുവാണ്. ഇതുപോലെ ഇങ്ങനെ ഈ യു ആദ്യം ഒന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഈ യു ഒന്ന് മാർക്ക് ചെയ്യാം. ഈ യു മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പുറം ഈ ഒരു അളവും കൂടെ ഒന്ന് 1 ഇഞ്ചിൽ ചെയ്യാം. ഇവിടെ റൗണ്ട് ആണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അളവ് തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങ് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടം വരെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നിർത്തി. അത് കഴിയുമ്പോൾ ഈ മെയിൻ നെക്ക്, ഇതാണ് നമുക്ക് വരുന്ന നെക്ക് ലൈൻ. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കുക കേട്ടോ. ഇവിടം വരെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നിർത്തി. ഈ ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഒരു യു നെക്ക് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ലൈനും കട്ട് ചെയ്യുക, ഈ ലൈനും കട്ട് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്ത് ഇരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ഇല്ല, ഒരുമിച്ച് തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററാണ് ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്. ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് നമുക്കിതങ്ങോട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചും കൂടെ എടുക്കുക കേട്ടോ. ഇതുപോലെ ഓരോ കോർണർ ഭാഗമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് രണ്ടാക്കി മടക്കിയെടുക്കുക. ഇതിൻ്റെ ആ സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ റൗണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. നമുക്കിത് വരയ്ക്കാൻ സുഖമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക്, അതായത് ആ ഒരു മടക്ക് ഭാഗം ഉണ്ടാവും, അതാണ് ഇതിൻ്റെ സെൻറ്റർ. ഞാൻ ഈ രണ്ട് സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഈ സെൻറ്റർ ഇവിടെ വരുത്തുക, ഈ ഒരു സെൻറ്റർ ഇവിടെയും വരുത്തുക. ഈ സെൻറ്റർ, അതായത് നമുക്ക് മാർക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പേന വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ, അത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ ഈ സെൻറ്ററിലും വെച്ച് കൊടുക്കുക. ഈ രണ്ട് ഷോൾഡർ ഒരുമിച്ച് തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് കഴിയുവാണെങ്കിൽ നമ്മുടെ നെക്കും കഴിഞ്ഞു, ഷോൾഡറും കഴിഞ്ഞു. അതിന് മുന്നേ കുറച്ച് പിന്നൊന്ന് കുത്തി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ തയ്ക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. 2 പിന്നാണെങ്കിലും മതി, അവിടെ ഇവിടെയായിട്ട് കുത്തി നിർത്തുക. ഇനി നമുക്ക് തയ്യൽ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് റൗണ്ട് ചെയ്തങ്ങ് തയ്ക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വളരെ സാവകാശത്തിൽ ഇതുപോലെ ഇങ്ങനെയൊന്ന് തയ്ച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ചെറിയൊരു ഹോള് പോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നാലേ കത്രിക ഇതിൻ്റെ അകത്ത് കൂടെ കടത്തിയിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് വെച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റത്തില്ലേ, ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് കളയുക കേട്ടോ. ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തങ്ങ് കളയുക. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഭാഗത്തും ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ചെറിയ കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഈ നെക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മൾക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് അവിടെ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മീതേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൊരു ടോപ്പ് സ്റ്റിച്ച്, അതായത് പതിച്ചടിക്കൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് തയ്ക്കുവാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കട്ടെ. ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മീതേക്കൊന്ന് പതിച്ച് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ച്ച് എടുത്തു. ഇനി ഇതൊന്നുമില്ല, ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എടുക്കാം. ഉൾവശം എടുത്തിട്ട് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ ക്യാൻവാസിൻ്റെ കഷ്ണം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. മെയിൻ സ്റ്റിച്ച് നല്ല ഭാഗത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി ഹെമ്മിങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടും. അപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഭാഗമാണെങ്കിലും കറക്റ്റ് ലെവലായിരിക്കും. അപ്പോൾ ഞാനൊന്ന് തയ്ച്ചിട്ട് അവസാനം കാണിച്ചു തരാം ഇതിൻ്റെ പെർഫെക്ഷൻ എത്രമാത്രം കിട്ടുമെന്നുള്ളത്. അപ്പോൾ നെക്കിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഒരു ലെവൽ കണ്ടോ, ഈ ലെവല് കറക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കൂലേ. അങ്ങനെയുള്ളവർ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുമിച്ച് തന്നെ നെക്കങ്ങ് തയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 ഭാഗവും, ഇതിപ്പോൾ ഷോൾഡറാണ് ഈ കാണുന്നത് കേട്ടോ, ഈ 2 ഷോൾഡറിൻ്റെ ഈ 2 ലെവലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ. അയൺ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി നല്ല, ഇനിയിപ്പോൾ ഇത് പതിഞ്ഞിരിക്കാൻ വേണ്ടൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മൾക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം നോക്കേ, അതിലും നീറ്റായിട്ടാണ് ഉൾഭാഗവും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്യുമ്പോൾ നല്ല പ്രസ്സായിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി ഇതിൻ്റെ ഫിനിഷിങ് കണ്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ ഈ നെക്ക് നമ്മൾക്ക് ഇതുപോലെ അങ്ങ് കിട്ടും. ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് നെക്ക്, ഇതാണ് ബാക്ക് നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഈ സൈഡ് നോക്കേ, ഈ 2 സൈഡും ഒരേ ലെവലിൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടും, ഇപ്പുറത്തെ സൈഡായിരിക്കും കുറച്ച് വ്യത്യാസം വരുന്നത് അല്ലേ.
ഇതാ കണ്ടോ, ഇതുപോലെ നമ്മൾക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി. കറക്റ്റ് പുറത്തൊക്കെയുള്ള പ്രൊഫഷണൽ സ്റ്റിച്ചേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്തെടുക്കാം. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് ചോദിക്കും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ പഠിച്ചെടുത്തു എന്ന് നമ്മളോട് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിന് സാധാ ചെയ്യുന്ന മെത്തേഡ് അല്ലാണ്ട് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.